ആ ഇരിക്കും. അല്ലാസാണ് ഇവരൊന്നും എത്തിയില്ലേ? നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? അല്ലടോ, ഇനി നാട്ടിലൊന്നല്ലേ, അങ്ങ് വയനാട്ടിൽ നിന്ന് ബലങ്ങാടോ ഇത്ര വലിയ ദുരന്തം നടന്നിട്ട് നമ്മളിവിടെ നിന്ന് കേസ് നടത്തുക. അതങ്ങ് വയനാട്ടിലല്ല ആശാനെ. എടോ, വയനാടായാലും ബലങ്ങാടായാലും ഓല് നമ്മളെ സഹോദരന്മാരാ. ഓലെ ചേർത്ത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കടമയും നമുക്കുണ്ട്, ഇല്ലേ? ആശാൻ പറഞ്ഞത് 100% ശരിയാ. എന്താ അറിയോ, ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ നമ്മുടെ മാഷ് അവസാനം മാഷയും പ്രകൃതി കൊണ്ടുപോയില്ലേ. എടോ, ഈ നല്ല മനുഷ്യന്മാരെയൊന്നും ഭൂമിയിൽ അധികം നിർത്തിക്കുകയല്ല. അത് ശരിയാ. അല്ലാസാനെ, ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഇല്ലേ നമുക്ക്? ഷാജി, മൃഗങ്ങൾക്ക് പോലും പ്രകൃതി ദുരന്തത്തെ അറിയാനുള്ള കഴിവുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ശാശ്വതമായിട്ടുള്ള ശാസ്ത്രീയ സംവിധാനം ഇല്ല. എടോ, ഇതൊന്നുമല്ല സംഭവം. ആ, പണ്ടൊക്കെ പുഴയെന്ന് പൂയി വാരിയിട്ടാണ് നമ്മളെ പുര ഉണ്ടാക്കുന്നത്. അത് ശരിയാ. ഇന്ന് അതല്ല. ഇന്ന് കുന്നിടിച്ച് നിരത്തിയിട്ട് നമുക്ക് പാറപ്പൊടി കൊണ്ട് തന്നിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. ആ അപ്പം പ്രകൃതി ശോഭിക്കുക തന്നെ ചെയ്യും. ആ അതിന് ഇവര് എം സാൻഡ്, ആ. ബി സാൻഡ്, ഡബ്ല്യു സാൻഡ്, ഇങ്ങനെ കുറെ പേര്. ഇനിയിപ്പോ നാളെ തെളിവിൽ എന്ത് പേര് ഇടുമെന്നുള്ള ഒരു കാരണവശാലും പറയാൻ പറ്റൂല. എടോ, അതിനെ പറ്റിയൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇപ്പൊ. നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാല് ഉടനെ വിലങ്ങാടെത്തുക. ആ. ആടെ നമ്മളെ സഹോദരങ്ങളാണ് ദുരന്തത്തിൽ പെട്ടിട്ടുള്ളത്. ആ, ആ. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാവും അത് ചെയ്യുക. ആശാൻ നമ്മൾ 30-ാം തീയതി കാസർഗോഡ് നാടകം മുക്കിയിരിക്കില്ലേ? അത് നമ്മൾ കളിക്കും. ആ, പക്ഷേ ഒരു പ്രതിഫലം ആർക്കും ഉണ്ടാവില്ല. അത് മുഴുവൻ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കും. ആയിക്കോട്ടെ ഓ, ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പെട്ടെന്ന് വിലങ്ങാടെത്തുക. ആ, നമ്മളെ കൊണ്ട് ഈ ചെയ്യാൻ കഴിയുന്ന സഹായം നമ്മളെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും. നമ്മൾ ചെയ്യണം. എന്നാ പിന്നെ അങ്ങോട്ട് പോവല്ലേ? ചായ കുടിച്ചിട്ട് പോവാ. അയ്യോ, ഇപ്പൊ ചായ കുടിക്കേണ്ട സമയമല്ല അമ്മ. ഞങ്ങള് പെട്ടെന്ന് അവിടെ എത്ര മന്ത്രിമാരൊക്കെ വരുന്നുണ്ട്. ഒരു നിവേദനം കൊടുക്കാനുണ്ട്. നമ്മളെ വാപ്പട്ടിവര പുനരധിവസിപ്പിക്കണ്ടേ? ആ. അതിനൊരു നിവേദനം കൊടുക്കണം. അതൊക്കെ ചെയ്തിട്ട് ഞാൻ വരാം. എന്താ?